ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ മാനിഫെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചാബിലെ അമൃത്സറിലുള്ള സ്വർണ്ണക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ്. സ്വർണ്ണക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ നാമം ശ്രീ ഹർ മന്ദിർ സാഹിബ് എന്നാണ്. ഇത് സിഖ് മതക്കാരുടെ ഏറ്റവും പവിത്രമായ തീർത്ഥാടന കേന്ദ്രമാണ്. പൂർണ്ണമായും സ്വർണ്ണപ്പാളികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതിനാലാണ് ഈ ക്ഷേത്രം സ്വർണ്ണക്ഷേത്രം എന്നറിയപ്പെടുന്നത്. 1574 മുതൽ 1581 വരെയുള്ള കാലഘട്ടത്തിൽ സിഖ് മതത്തിൻ്റെ 4ാം ഗുരുവായിരുന്ന ഗുരു രാംദാസ് ജിയാണ് അമൃത്സർ നഗരവും അമൃത് സരോവർ തടാകവും നിർമ്മിക്കാൻ ആരംഭിച്ചത്. 1580കളിലാണ് സിഖ് മതത്തിൻ്റെ 5ാമത്തെ ഗുരുവായിരുന്ന ഗുരു അർജൻ ദേവ് ജി ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. 1830കളിലാണ് പഞ്ചാബിലെ രാജാവായിരുന്ന മഹാരാജ രഞ്ജിത് സിംഗ് ഈ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗം യഥാർത്ഥ സ്വർണ്ണത്തകിടുകൾ കൊണ്ട് അലങ്കരിച്ചത്. ഇതിനുശേഷമാണ് ഈ ക്ഷേത്രം സ്വർണ്ണക്ഷേത്രം എന്നറിയപ്പെടാൻ തുടങ്ങിയത്. സുവർണക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായ നവീകരണം നടന്നത് 1995 മുതൽ 1999 വരെയുള്ള കാലഘട്ടത്തിലാണ്. UK ആസ്ഥാനമായുള്ള ഗുരു നാനാക്ക് നിഷ്കാം സേവക് ജാഥ എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഈ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. ഏകദേശം 500 കിലോഗ്രാമിലധികം 24 കാരറ്റ് തനി തങ്കമാണ് ഈ നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചത്. ലോകമെമ്പാടുമുള്ള സിഖ് മതവിശ്വാസികളും മറ്റ് ഭക്തജനങ്ങളും ഇതിലേക്കായി ഉദാരമായി സംഭാവനകൾ ചെയ്തു. ഒരു വലിയ ചതുരാകൃതിയിലുള്ള തടാകത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് സ്വർണ്ണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ തടാകം അമൃത് സരോവർ എന്നാണ് അറിയപ്പെടുന്നത്. അമൃത് സരോവർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് ഇവിടം അമൃത്സർ എന്നറിയപ്പെടാൻ തുടങ്ങിയത്. അതിനു മുൻപ് ഈ സ്ഥലം രാംദാസ്പൂർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അമൃത് സരോവർ എന്ന ഈ തടാകത്തിന് ഏകദേശം 154.5 മീറ്റർ നീളവും 148.5 മീറ്റർ വീതിയുമുണ്ട്. ഏകദേശം 17 അടിയോളമാണ് ഇതിൻ്റെ ആഴം. ഈ തടാകത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് സ്വർണ്ണക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അമൃത് സരോവർ എന്ന് വെച്ചാൽ അമൃതിൻ്റെ തടാകം എന്നാണ് അർത്ഥം. ഈ തടാകത്തിൽ സ്നാനം ചെയ്യുന്നത് സർവ രോഗമുക്തിക്കും കാരണമാകുന്നു എന്നാണ് സിഖ് മതവിശ്വാസികൾ വിശ്വസിക്കുന്നത്. സിഖ് മതത്തിൻ്റെ പരമോന്നത ആധ്യാത്മിക ഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ് സാഹിബ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഈ സുവർണക്ഷേത്രത്തിലാണ്. സിഖ് മതക്കാർ ഗുരു ഗ്രന്ഥ് സാഹിബിനെ ഒരു പുസ്തകമായല്ല, മറിച്ച് ജീവനുള്ള ഒരു ഗുരുവായിട്ടാണ് കാണുന്നത്. സിഖ് മതത്തിൻ്റെ 10ാമത്തെ ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗ് 1708 തൻ്റെ മരണത്തിന് തൊട്ടു മുൻപ് ഇനി മനുഷ്യരായ ഗുരുക്കന്മാർ ഉണ്ടായിരിക്കില്ലെന്നും ഗുരു ഗ്രന്ഥ് സാഹിബ് ആയിരിക്കും സിഖ് മതക്കാരുടെ ശാശ്വതമായ ഗുരു എന്നും പ്രഖ്യാപിച്ചു. സുവർണക്ഷേത്രത്തിൽ ഏതൊരു വ്യക്തിക്കും ജാതി മതഭേദമന്യേ ദർശനം നടത്താവുന്നതാണ്. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ ലങ്കാർ എന്ന ആചാരമാണ്. ഇത് സിഖ് മതത്തിലെ തന്നെ ഏറ്റവും പവിത്രമായ ഒരു ആചാരവും സങ്കല്പവുമാണ്. ജാതി, മത, വർഗ, പദവി എന്നിവയുടെ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന സൗജന്യ സമൂഹ അടുക്കളയാണ് ഇവിടുത്തെ ലങ്കാർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമൂഹ അടുക്കളയാണ് അമൃത്സറിലെ സുവർണക്ഷേത്രത്തിലുള്ളത്. ദിവസം തോറും 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടുത്തെ അന്നദാനം സ്വീകരിക്കുന്നത്. സിഖ് മത അനുയായികൾ തന്നെയാണ് ഇവിടെ ഇത്രയും അധികം പേർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതും പാത്രങ്ങൾ കഴുകുന്നതും എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.